ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. നമ്മുടെ ചാനൽ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കയ്യട ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ രാവിലെ ചായ കുടിക്കാൻ നിൽക്കുകയാണ്. ഞാൻ ഇവിടെ തന്നെയാണ്, വീട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വ്ളോഗ്സിൽ പറഞ്ഞിരുന്നില്ല, ഇങ്ങോട്ട് വന്നു ഒരു കാക്ക ഉണ്ട് കേട്ടോ. അപ്പോൾ കാക്ക വന്നിരിക്കണം, ഉമ്മത്ത് വന്നിരിക്കണം. അപ്പോൾ അതാ പാടിയിട്ടാണ് കഴിക്കുകയും ചെയ്തു. തിണ്ടുമ്പോൾ തന്നെ വന്നിരുന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. വലിയ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല, അടുത്ത് വന്നിരിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതിനും കണ്ടിട്ടാണ് കഴിച്ചത്. കഴിച്ച് കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതുപോലെ കാക്ക വന്നത്. അപ്പോൾ അങ്ങനെ അത് കാക്കയ്ക്കൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ ചായ കൂടി രാവിലെ കഴിഞ്ഞു. ഉണ്ണിക്കിതാ കൂലി കഴിഞ്ഞ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഏട്ടൻ വരുന്നത്. അപ്പോൾ ഏട്ടൻ വന്നിട്ട് എന്താ പറയുക, ഏട്ടനെ കണ്ടതിൻ്റെ നാണക്കെടാണ് കേട്ടോ. ആരെ കണ്ടാലും ഭയങ്കര നാണാണ്. അപ്പോൾ നാണം വന്നിട്ട് ഒളിച്ച് നിൽക്കുകയാണ്. ഒളിച്ചോ? കുട്ടി ഒളിച്ചിക്ക, കുട്ടി ഒളിച്ചിക്ക. ചെല്ലണ്ടെന്ന് നമ്മളിങ്ങോട്ട് പോരെ, ആള് വരുമോ നോക്കാലോ. അച്ഛൻ പോയി, അച്ഛൻ പോണു. അച്ഛൻ പോവാണോ? അതാ പോവാണോ? ഇല്ലടി കള്ളത്തി. എന്താ വേണ്ട കുട്ടി? കൈയാണ് ഇതെന്താ? അമ്മക്ക് തരുമോ? നമുക്ക് തരുമോ? നമുക്ക് തരാ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇല്ലേ? ഇനിയുണ്ടോ? ആ, ഒന്നമ്മക്ക്, ഒന്നമ്മക്കപ്പോ അമ്മക്ക് തന്നാ, ഒന്നമ്മക്ക് തന്നാ. താങ്ക് യു. അച്ഛനോട് താങ്ക് യു പറഞ്ഞോ, പറയ്. ഇനിയുണ്ടോന്ന്? താങ്ക് യു പറയ്. അതിന്റെ കോല നോക്കി നോക്ക്. ഏത് നേരം ചെരുപ്പിട്ടാ കിടന്നവർക്കും കൂടി ചെരുപ്പ് വേണം. ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ നിൽക്കട്ടോ. പട്ടാമ്പിക്ക് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും ഇതാ ഉണ്ണിക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്കൊരു ക്ലിപ്പ് ചെയ്യാനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കുട്ടിയാണ് കേട്ടോ നമുക്കങ്ങനെ ഓർഡർ തന്നത്. അപ്പോൾ ഞങ്ങൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, അതിനുള്ള ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പട്ടാമ്പിക്ക് പോകണം. അവിടെ ആകുമ്പോൾ എല്ലാം കിട്ടും. അങ്ങനെ പോണ വഴിക്കിട്ട് പട്ടാമ്പി പാലത്തിൻ്റെ വീഡിയോ എടുത്താട്ടോ. പാലത്തിൻ്റെ കൈവീഡിയൊക്കെ ഇങ്ങനെ നമുക്ക് ആ വെള്ളം കയറിയ സമയത്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൺ സൈഡിലാണ്, ഒരു സൈഡാണ് നമുക്കിങ്ങനെ വാഹനങ്ങൾ കടത്തി വിടുള്ളൂ. ഒരു സൈഡിൽ പോയിട്ട് അവിടെ പിന്നെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അടുത്ത സൈഡാണ്, കാരണം ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പിന്നെ സ്കൂട്ടർ ആയ കാരണം നമുക്ക് പിന്നെയും പെട്ടെന്ന് പോകാനും പറ്റും കേട്ടോ. വലിയ വണ്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ഇങ്ങനെ കെട്ടിക്കെടുക്കേണ്ട അവസ്ഥയാണ്. ഞാങ്ങാറ്റ് വരെയൊക്കെ ഇങ്ങനെ വണ്ടികൾ കെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബസ്സുകളൊക്കെ, ചില ബസ്സുകളൊക്കെ കൂട്ടുപാത വരെ പോയിട്ട് തിരിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. ബസ്സുകളും എല്ലാ ബസ്സുകളൊന്നും ഇപ്പോൾ പട്ടാമ്പിക്ക് വരുന്നില്ല. അപ്പോൾ അതാണ് അവസ്ഥ. അങ്ങനെ ഞങ്ങൾ ഇതേ ബട്ടൺ ഹൗസിൽ പോയിട്ടുണ്ട് കേട്ടോ. ഇത് പട്ടാമ്പി പരാഗെന്നൊരു ക്ലോത്തിൻ്റെ സ്റ്റോറുണ്ട്, റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ. അതിൻ്റെ തൊട്ടടുത്താണ്, സൈഡിലായിട്ടാണ് വരുന്നത്. ഇവിടെ ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ നമ്മൾ അതന്നെ ഇങ്ങോട്ട് വന്നത്. നമുക്ക് അടുത്ത ആറങ്ങോട്ട് ഉണ്ട്, പക്ഷെ അവിടെ എല്ലാം കിട്ടില്ല, ചെറിയ കടയാണ്. അപ്പോൾ ഇതിവിടെ പിന്നെയും കുറച്ചും കൂടി ഇങ്ങനെയുള്ള ഐറ്റംസ്, ക്ലിപ്പിൻ്റെ ഒക്കെ ഐറ്റംസ് ഒരുപാട് കിട്ടുന്നൊരു ബട്ടൺ ഹൗസ് ആട്ടോ. ഇവിടെ പോകുമ്പോൾ നമുക്ക് എല്ലാം കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവിടെയുള്ള ഐറ്റംസ് കിട്ടി. പക്ഷേ അവർ പറഞ്ഞ കളറ് ഉണ്ടായിരുന്നില്ല, ഒരു റോസ് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറ്റിയില്ല. അപ്പോൾ എല്ലാം ഗോൾഡൻ തന്നെ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഗോൾഡൻ എടുത്തിട്ട് ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു ക്ലിപ്പിന് 10 രൂപ വരുന്നത്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ്, എല്ലാ ടൈപ്സ് സ്റ്റോൺസും അതുപോലെ ബീഡ്സും, കട്ട് ബീഡ്സൊക്കെ ഒരുപാട് വെറൈറ്റി അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അത് വാങ്ങി. പിന്നെ നമുക്ക് ഇനി ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി അല്ലേ വരാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ണിക്ക് ഒരു ധോത്തി അടിക്കാൻ വേണ്ടിയിട്ട്, ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പരാഗിലേക്കാട്ടോ പോയത്. അവിടെ തൊട്ടടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ അവിടെ പോയിട്ടാണ് പിന്നെ നമ്മൾ ഇവിടേക്ക് ഇതിന് പട്ട വയ്ക്കാൻ വേണ്ടിയിട്ട്, പട്ട വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു, തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇവിടെ നല്ല വലിപ്പം കൂടുതലായിരുന്നു നല്ല. അപ്പോൾ ആ നേരം കൊണ്ട് ഉണ്ണി അവിടെ ഉള്ളതൊക്കെ എടുത്തിട്ട് നിരത്തേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ അവൾക്ക് എടുക്കാൻ പാകത്തിന് ചെറിയ ചെറിയ ബോട്ടിൽസ് ആയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒക്കെ കളിക്കണം. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മളിത് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഏട്ടനൊരു മിഠായിയൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും ഞാൻ 1-2 കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഓരോ ദിവസം ഓരോന്ന് വെച്ചിട്ടൊക്കെയാണ് ഞാൻ കൊടുക്കുക. ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ട് 8 കാലി എടുത്തുകൊണ്ടേ പറയും. അപ്പോൾ അത് അവൾ വിശ്വസിക്കും കൊണ്ടുപോയി എന്നിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ട് ഫുഡ് കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്ന് മോനും മാമൻ്റെ മകനാണ്, അവനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സമയം ഞാൻ ഇരുന്നിട്ട് ക്ലിപ്പ് ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ക്ലിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. മേക്കിംഗ് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്ലിപ്പ്. പോളൻ മാത്രം വെച്ചിട്ടുള്ളൊരു ക്ലിപ്പാണ്. അതുപോലെ തന്നെ ഇനി വേറെ ക്ലിപ്പും കൂടി ചെയ്യാനുണ്ട്. അതുകൂടി ഞാൻ ഇതിൽ തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പുറത്ത് പോയിട്ട് ഒരു ചെടിയുടെ മുകളിൽ വെച്ചിട്ടൊക്കെയാണ് ഫോട്ടോ എടുത്തത്. ഇതാണ് രണ്ടാമത്തെ. അങ്ങനെ ഞാനത് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ FBയിൽ മാർക്കറ്റ് പ്ലേസ് ഉണ്ടല്ലോ, അതിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ക്ലിപ്പ്. അപ്പോൾ ഒന്നിന് 80 രൂപ വെച്ചിട്ടാണ് നമ്മൾ റേറ്റ് പറഞ്ഞിട്ടുള്ളത്. മെറ്റീരിയൽസ് നല്ല റേറ്റാണ് കേട്ടോ. അപ്പോൾ ആ റേറ്റിന് ചെയ്താലാണ് നമുക്ക് മേക്കിംഗ് ചെയ്തതിന് എന്തെങ്കിലും ഒരു ചാർജായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ 80 രൂപയ്ക്കാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ വൈകുന്നേരം ആയപ്പോൾ വീട്ടിൽ പോയിട്ടോ. അപ്പോൾ ഉണ്ണിത കളിക്കുകയാണ്, ഒളിച്ച് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ കൂടെ അങ്ങനെ ഒളിച്ച് കളിച്ചിട്ട് അവൾ ഒറ്റയ്ക്ക് ഒളിച്ച് കളിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും കൂടാന്ന്. അവൾ കുട്ടികളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാനും കൂടി പോയിട്ട് കണ്ടു സാറ്റടി ഇത് മുറുക്കണേ. ഇത് മുറുക്ക്. പിന്നെ അത് അച്ചാച്ചൻ്റെ കൂടെ ഇരുന്നിട്ട് പുല്ല് പറിക്കുകയാണ് കേട്ടോ. വൈകുന്നേരം ആയ ഇവിടെ വന്നിരുന്ന പുല്ല് പറിക്കലൊക്കെയാണ് പ്രധാന ഹോബികൾ. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ മാമ വന്നതിന് മാമ എന്ന് വരുമ്പോഴും വൈകുന്നേരം വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കിടക്കും, നാണം വന്ന് കിടക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാലാണ് അങ്ങോട്ട് ചെല്ലുള്ളൂ. പിന്നെ അവൻ പോയി കഴിഞ്ഞാൽ അവൻ്റെ പിന്നാലെ ചെല്ലും കേട്ടോ. മാമ വിളിച്ച് ചെല്ലും. വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു നാണക്കെടും ഇതൊക്കെയാണ്. ചെറു തുളച്ചാന്ന് ചെറിയിലൊക്കെ ഇത് മാമന്റെ കുട്ടിയാണ്. എവിടെ മാമന്റെ കുട്ടി? മാമന്റെ കുഞ്ഞെവിടെ? കുഞ്ഞ് ഇതിന്റെ മാമനാ, ഇതിന്റെ മാമനാ. ഇതിന്റെ ആരാ പറഞ്ഞേ? അപ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ കുറവുണ്ട് കേട്ടോ. നെഞ്ഞിൻ്റെ അവിടെയുള്ള വേദന മാത്രമാണ് കുറച്ചുള്ളത്. അപ്പോൾ ഇനി ചൊവ്വാഴ്ചയാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഇതുപോലെ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.